നടപ്പിലാക്കിയ മലയാണ്. മായിസ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയായിരുന്നു. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദ്റത്തിലേക്ക് വന്ന് നബി തങ്ങളോട് പറഞ്ഞു, വഖിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധിയാക്കി തരണം അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ മായിസ്, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ, വ്യഭിചാരിക്കുള്ള ശിക്ഷ തന്നെ എന്നെ ശുദ്ധിയാക്കി തരണം നബിയെ എന്ന് പറഞ്ഞു. വ്യഭിചാരിക്കുള്ള ശിക്ഷ എന്താണ്? കല്ലെറിഞ്ഞു കൊല്ലലാണോ അല്ലെ? എറിഞ്ഞു കൊല്ലല്. അപ്പൊ ആദ്യം റസൂലുള്ളാഹി തങ്ങൾ മൂപ്പർ തിരിച്ചയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതും വന്ന് പറഞ്ഞു, ത്വഖിർനി യാ റസൂലല്ലാഹ്, അപ്പോഴും നബി തങ്ങൾ തിരിച്ചയച്ചു. മൂന്നാമതും വന്ന് ശിക്ഷ ആവശ്യപ്പെട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് അന്വേഷിച്ചു, മായിസ് മദ്യപിച്ചിട്ടുണ്ടോ, കള്ളുടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. മായിസിന് വല്ല മാനസിക പ്രശ്നങ്ങളും സംഭവിച്ചു പോയോ, ബുദ്ധിഭ്രമം സംഭവിച്ചോ എന്ന് വെച്ചു. അപ്പോഴും ഇല്ലാന്ന് പറഞ്ഞു. ആള് നോർമലാണെന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മായിസിനെ കൂട്ടി ഇവിടെ ഈ ജബൽ അന്നുമ, അതാ കാണുന്ന മലയാണ് ജബൽ അന്നുമ. നമ്മൾ ഈ പാലത്തിന്റെ അപ്പുറത്ത് കണ്ട ഒരു ടാങ്ക് കാണുന്നത് ആ മലയുടെ മുകളിൽ, അതാണ് ജബൽ അന്നുമ എന്ന് പറയുന്ന മല. അപ്പൊ ആ ജബൽ അന്നുമിന്റെ മുകളിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവിടുന്ന് സിനാക്കുള്ള ഹദ് നടപ്പിലാക്കണോന്ന് പറഞ്ഞു. അങ്ങനെ സ്വഹാബത്ത് മായിസ് റളിയല്ലാഹു അൻഹു കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്നുണ്ട് കല്ലെറിഞ്ഞ് കൊല്ലാണ്. അങ്ങനെ കല്ലേറ് കൊണ്ട് വേദന സഹിക്കാൻ വയ്യാതെ മൂപ്പര അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് നമ്മളെ മുന്നിൽ കണ്ടില്ലേ മല, ഈ മലയാണ് ജബൽ മുഖൈമിൻ എന്ന് പറയുന്ന മല. ഈ ജബൽ മുഖൈമിന്റെ താഴ്വാരത്തിൽ അവിടെ വാദി മുഖൈമിൻ എന്ന് പറയും. അവിടെ വാദി മുഖൈമിൽ വന്ന് വീണ് വഫാത്തായി. അപ്പൊ അവിടെ നിന്നാണ് ശിക്ഷ തുടങ്ങിയത്. ഇവിടെ ഈ ജബൽ മുഖൈമിന്റെ താഴ്വാരത്ത് വാദി മുഖൈമിൽ വന്ന് വീണാണ് വഫാത്തായത് കേട്ടോ. അങ്ങനെ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് സ്വർഗം വാങ്ങിപ്പോയ ആളായിരുന്നു, വലിയ മഹാനായിരുന്നു മായിസ് റളിയല്ലാഹു അൻഹു. വലിയ തൗബയുടെ ഉടമയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂപ്പർ തൗബയെ പറ്റി വിശേഷിപ്പിച്ചത് മദീന നിവാസികളുടെ എല്ലാവരുടെ തൗബേനേക്കാളും വലിയ കനം തോന്നുന്ന തൗബയാണ് മായിസിന്റെ തൗബ എന്നാണ്. അപ്പൊ അത്രയും വലിയ തൗബയുടെ ഉടമയായിരുന്നു മായിസ് റളിയല്ലാഹു അൻഹു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മല അല്ലേ? ഇനി നമ്മളെ മുന്നിൽ ആ പാലത്തിന്റെ അടിഭാഗത്ത് കാണുന്നതാണ് വാദി അക്കീഖ് കേട്ടോ. കാരണം ആ കാണുന്ന നമ്മുടെ നാട്ടിലെ ഈ കനാല് പോലെ അങ്ങോട്ടത്തോളം നോക്കി വാദി അക്കീഖ് മദീനയിലെ ഏറ്റവും വലിയ വാദിയാണ്. ഹദീസിൽ ഒരുപാട് പരാമർശങ്ങളുള്ള വാദിയാണ് വാദി അക്കീഖ്. വാദിൽ ജന്ന, സ്വർഗത്തിലെ വാദിയാണ് എന്ന് ഹദീസുകളിൽ കാണാം കേട്ടോ. അപ്പോ പിന്നെ മദീനയിലെ ഏറ്റവും വലിയ വാദിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്